നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഒരുങ്ങി നിൽക്കുകയാണ് സ്പെയിൻ. ഇത്തവണത്തെ കിരീടം സ്പെയിന് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് സ്പെയിനാണ് ഈ തവണത്തെ ഗംഭീര ടീം, അവർ കപ്പും കൊണ്ടേ പോകൂ എന്ന് വിലയിരുത്തുന്ന നിരവധി യൂറോപ്യൻ എക്സ്പേർട്ടുകളുണ്ട്. അപ്പോൾ അവരോടാണിപ്പോൾ സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ഡിലാഫ്യൂൻ്റെ ചില കാര്യങ്ങൾ പറയുന്നത്. ഒരു മറുപടി പോലെ കഴിഞ്ഞ ദിവസം പെറുവിനെതിരെ സന്നാഹ മത്സരം 3-1 സ്പെയിൻ ജയിച്ചിരുന്നു. ഇനി ഗ്രൂപ്പ് എച്ചിലാണ് സ്പെയിൻ്റെ കളികൾ. വേൾഡ് കപ്പിൽ കേപ്പ് വെർദക്കെതിരെ ആദ്യ കളി ജൂൺ 15, പിന്നെ സൗദിക്കെതിരെ, അതിനുശേഷം ഉറുഗ്വായ്ക്കെതിരെ. ഇങ്ങനെയാണ് ഗ്രൂപ്പിലെ കളികൾ. അവർ മുന്നോട്ട് പോകുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് കോച്ചിനോട് ഈ കാര്യം എടുത്ത മാധ്യമങ്ങൾ ചോദിച്ചത്. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം ഫേവറേറ്റുകളാണെന്നാണല്ലോ എക്സ്പേർട്ടുകളൊക്കെ വിലയിരുത്തുന്നത്. എന്തു പറയുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, വി ആർ ഹംബിൾ. അതാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോൾ വളരെ ഹംബിളായിട്ട് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പേർട്ടുകളുടെ ഈ വിലയിരുത്തലുണ്ടല്ലോ, അവരുടെ ആ റെക്കഗ്നിഷൻ, അത് അവരവരുടെ ജോബ് നന്നായിട്ട് ചെയ്തു. അവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്ലെയേഴ്സിൻ്റെ മികവൊക്കെ നോക്കി അത് വെച്ചിട്ടാണത് പറഞ്ഞത്. പക്ഷേ ഫേവറേറ്റുകളായിട്ട് എല്ലാവരും നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് കിരീടം ഒന്നും ഗ്യാരണ്ടിയില്ല. ദാറ്റ് ഇറ്റ് ഗ്യാരണ്ടീസ് നത്തിങ്. എസ്പെഷ്യലി മറ്റു ടീമുകളെ കൂടി നമ്മൾ നോക്കണം. അവരും ഞങ്ങളെപ്പോലെ മികച്ചവരാണ്, ഇതേ ലക്ഷ്യത്തിന് തന്നെ വരുന്നവരാണ്. പിന്നെ പറയാനുള്ളത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ എബിലിറ്റീസിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ വളരെ ഹംബിളാണ്. കാരണം ഒരുപാട് സ്ട്രോങ് ടീംസ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സെയിം കേപ്പബിലിറ്റീസ്, ഞങ്ങളുടെ അതേ കേപ്പബിലിറ്റീസുള്ള മറ്റു ടീമുകളും ഉണ്ട്. സോ ഫേവറേറ്റ്സ് എന്ന് അവിടെ പറഞ്ഞോട്ടെ, അതുകൊണ്ട് കിരീടമൊന്നും ഗ്യാരണ്ടി കിട്ടുന്നില്ല. വി ആർ ഹംബിൾ എന്നാണ് ഇപ്പോൾ സ്പെയിൻ കോച്ച് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്ക് സ്റ്റുഡിയോ എത്താം.